നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇവിടെ നിങ്ങൾ ഒരുപാട് ആൽഗോരിതംസ് പഠിച്ചിട്ടുണ്ടാവും, ഒരുപാട് പ്രോഗ്രാംസ് പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾ ഒരു സെറ്റ് ഓഫ് റൂൾസ് എഴുതും. ആ സെറ്റ് ഓഫ് റൂൾസ് അനുസരിച്ച് അതൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കൺസിഡർ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, tell whether the given number is even or odd. Check even or odd. ഇവിടെ നമുക്ക് ഒരു സെറ്റ് ഓഫ് റൂൾസ്, ഇത് നിങ്ങൾക്ക് ട്രൂ ഓർ ഫാൾസ് ആൻസർ പറയാം. given number is odd അല്ലെങ്കിൽ given number is even. ഈ സെറ്റ് ഓഫ് റൂൾസ് ഫോം ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, what is time required to travel from A to B. So you can't create a set of rules. സെറ്റ് ഓഫ് റൂൾസ് ഫോം ചെയ്ത് അതൊന്നും റിസൾട്ട് ഇവിടെ പോസിബിൾ അല്ല. ടൈം റിക്വയർഡ് ടു ട്രാവൽ ഫ്രം എ ടു ബി, ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എയിൽ നിന്നും ബിയിലേക്ക് ട്രാവൽ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ചെയ്ത ഒരാളെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളിവിടെ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നില്ല. സപ്പോസ് ഗൂഗിൾ മാപ്പ് ഈസ് നോട്ട് അവൈലബിൾ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്, നമ്മളവരോട് ചോദിക്കും നിങ്ങൾ ഏത് സമയത്താണ് പോകുന്നത്. അപ്പം എ ടു ബി ട്രാവൽ ചെയ്യാൻ രാത്രി അല്ലെങ്കിൽ പുലർച്ചെ എടുക്കുന്ന സമയത്തേക്കാൾ വളരെ കൂടുതലായിരിക്കും ഒരു ഓഫീസ് ടൈം 10 to 9 to 10 ഒക്കെ എടുക്കുന്നത്. സോ വി ഹാവ് ടു റെഫർ അവർ നോളജ്. ഓക്കെ, അപ്പം നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്, അത് നമ്മുടെ നോളജിൽ നിന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗസ് ചെയ്യുന്നതാണ്. ഗസ്സിങ്, നമുക്കൊരു ഗസ്സിങ് പവർ ഉണ്ട്. അത് ആ ഗസ്സിങ് പവർ ഉണ്ടാകുന്നത് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് നോളജ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയാളോട് ചോദിക്കുന്നത് നിങ്ങൾ ഏത് ടൈമിലാണ് യാത്ര ചെയ്യുന്നത്. ഓഫീസ് ടൈം 9 to 10 വല്ലതുമാണോ, അതോ 12 PM to 1 PM ആ ടൈമിലാണോ, അതോ നൈറ്റിലാണോ. അപ്പം ഈ ട്രാവലിംഗ് ടൈം ഒരുപാട് കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് റോഡ് കണ്ടീഷൻ, രണ്ടാമത്തത് ട്രാഫിക്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നമ്മളൊരു ടൈം ഗസ് ചെയ്തിട്ട് നമ്മളത് ആൻസർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഫോം ചെയ്യില്ല, പോസിബിൾ ഇല്ല. ഓക്കെ, സെറ്റ് ഓഫ് റൂൾസ് ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റൂൾസ് ആക്കിയിട്ട് എഴുതണം. ഇതുപോലെ നമ്മൾ ഒരുപാട് റൂൾസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് പ്രാക്ടിക്കൽ അല്ല. അവിടെയാണ് നമ്മൾ ഈ ഗസ്സിങ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഗസ്സിങ് പവർ ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ അവർ പ്രീവിയസ് നോളജ്. ഓക്കെ, ഈ ഗസ്സിങ് പവർ ഒരു മെഷീന് കൊടുക്കുന്ന വർക്കാണ് we are creating artificial intelligence. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു മിഷൻ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ മിഷൻ ഒരുപാട് ഡാറ്റ കൊടുക്കണം, അതായത് അതിനെ നോളജ് ഉണ്ടാക്കണം. ഈ ഡാറ്റ എന്ന് പറയുന്നത് പല സമയത്ത് പല ആളുകൾ ട്രാവൽ ചെയ്തിട്ട് അവർ എത്ര ടൈം എടുത്തു, അതാ ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ ഈ മിഷന് ഗസ്സിങ് പവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഈ ഡിസ്റ്റൻസ് എ ടു ബി പല ആളുകൾ പല സമയത്ത് ട്രാവൽ ചെയ്തപ്പോൾ എടുത്ത സമയം, അതാണ് ഈ ഡാറ്റ സെറ്റ്. ഈ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ്, ദാറ്റ് ഇസ് എ നോളജ്, ഈ ഡാറ്റ സെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മെഷീനെ ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, വി ആർ ട്രെയിനിങ് ദ മെഷീൻ to guess that
ഈ രീതിയിലുള്ള ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷീൻ ഒരു ഔട്ട്പുട്ട് തരും. നൗ ദിസ് മെഷീൻ ഹാസ് പവർ ടു ഗസ് വാട്ട് ഇസ് ദ ടൈം റിക്വയർഡ് ടു ട്രാവൽ ഫ്രം എ ടു ബി. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് എഴുതുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നത്. ദിസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ഗസ്സിംഗ് പവർ ടു എ മെഷീൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത് നമ്മളല്ല, ഒരു മെഷീനാണ്. അങ്ങനെയാണെങ്കിൽ ആ മെഷീന് ഒരു ഡാറ്റ സെറ്റിൽ നിന്ന് നമ്മൾ ട്രെയിൻ ചെയ്യിക്കേണ്ടി വരും. അപ്പോൾ ഈ മെഷീൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. എ എന്നുള്ളത് വാരി ചെയ്യാം, ബി എന്നുള്ളത് വാരി ചെയ്യാം. ഓക്കെ, അപ്പം എ ടു ബി ട്രാവൽ ചെയ്യാൻ എത്ര സമയം എടുക്കും അത് ഗസ് ചെയ്യാനാണ് ഈ ഒരു ഡാറ്റ സെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഡാറ്റ സെറ്റ് യൂസ് ചെയ്തിട്ട് ഈ മെഷീൻ നമ്മൾ ട്രെയിൻ ചെയ്യും. ഇറ്റ് വിൽ ഗെറ്റ് ദ ഗസ്സിംഗ് പവർ. ഇപ്പോൾ ഈ മെഷീന് ഒരു ഹ്യൂമൻ ആലോചിക്കുന്ന പോലെ ആലോചിക്കാൻ പറ്റും. അപ്പോൾ മനുഷ്യർക്ക് ഇൻ്റലിജൻസ് ഉണ്ട്, പക്ഷേ മെഷീന് ഇൻ്റലിജൻസ് ഇല്ല. വി ഹാവ് ടു ക്രിയേറ്റ് ദ ഇൻ്റലിജൻസ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്.